ഈ മീശ ഇല്ലാതെ നടക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. അത് ചിലവർ ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുള്ളതായിരിക്കും, ചിലവർക്ക് ഒരിക്കലും മീശ വരാത്ത ആൾക്കാരായിരിക്കും. ഞാൻ എന്തായാലും പേരും കാര്യങ്ങളൊന്നും എടുത്ത് പറയണില്ല. ഹായ് ഫ്രണ്ട്സ്, എപ്പിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളെ തമ്മിൽ കണ്ട പോലെ താടി രഹസ്യം പാർട്ട് 20 അപ്പം എന്നത്തെയും പോലെ ഞാൻ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരവായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരിലേക്കും എൻ്റെ ചാനലും വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പോൾ കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓരോ കമൻറ്റായിട്ട് വായിക്കാം. അപ്പം ആദ്യത്തെ കമൻറ്റ് ആരാണ് ഇട്ടേക്കുന്നത് നോക്കാം. ആദ്യത്തെ കമൻറ്റ് കാശിനാഥ് എന്ന് പറഞ്ഞ ബ്രോയാണ്. പാച്ചി ബിയേഡ് എങ്ങനെ ഫില്ലാക്കാമെന്നാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ഹെയർ ഫോളിക്കിൾസ് എവിടെയൊക്കെ കാണും അവിടെ മാത്രമേ നമുക്ക് താടി വരുള്ളൂ. അതിപ്പോൾ ഈ മിനോക്സൈഡല്ല എന്ത് യൂസ് ചെയ്താലും ഹെയർ ഫോളിക്കിൾസ് നമുക്ക് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ താടി വരത്തുള്ളൂ. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, നമുക്കൊന്ന് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. ഈ മിനോക്സൈഡിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഏതെങ്കിലുമൊക്കെ ഫോളിക്കിൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മുടി കിളിർത്തി വരും. എന്നിട്ട് നമുക്ക് പാച്ചി ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ പ്യുവറായിട്ടുള്ള ജനറ്റിക്സും കാര്യമാണ്, അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ബ്രോയ്ക്കുള്ള മറുപടി ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് ചോദിച്ചിരിക്കുന്നത് തൗഫീഖ് NS എന്ന് പറയുന്ന ഒരു ബ്രോയാണ് ചോദിച്ചിട്ടുള്ളത്. മച്ചാനെ ബിയേഡിൽ മിനോക്സൈഡ് യൂസ് ചെയ്ത് ബിയേഡ് വന്നു, എന്തായാലും സന്തോഷമുണ്ട്. ഇനി ഹെയറിൽ മാത്രം യൂസ് ചെയ്താൽ താടിയും മീശയും പോകുമോ? ഹെയർ ലോസ് ഉണ്ട്, താടിയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഹെയർ ലോസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മിനോക്സൈഡ് യൂസ് ചെയ്താൽ എഫക്റ്റ് ഉണ്ടാകുമോ? അതായത് താടിയും മീശയിലും എഫക്റ്റായിട്ട് താടിയും മീശയും കൊഴിഞ്ഞു പോകുന്നതാണ് ബ്രോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, താടിയും മീശയും ടെർമിനലായി കഴിഞ്ഞ് മിനോക്സൈഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ താടീനെ മീശേനെ അത് ബാധിക്കത്തില്ല. ടെർമിനൽ ആവാത്ത വ്യക്തികളാണ് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് നോർമലായിട്ട് കൊഴിയുന്നതാണ്. തലയിൽ യൂസ് ചെയ്യുന്ന പറഞ്ഞ് കൊഴിയണമല്ല, നോർമലായിട്ട് കൊഴിയുന്നതാണ്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. തലയിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയിൽ മിനോക്സൈഡ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. ഈ ഒരു സംശയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംശയമാണ്, എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ വായിച്ചു തരാം. ഫാൻറ്റം എന്ന പേരുള്ള ഒരു ചാനലാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രോ 1 മന്തായി ബിയേഡിൽ മിനോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തലയിലെ മുടി കുറച്ചധികം കൊഴിയുന്നുണ്ട്, സീനാണോ? ടെൻഷൻ അടിച്ച് ചാകാറായ റിപ്ലൈ ബ്രോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മിനോക്സൈഡ് നമ്മളെ താടിയിൽ യൂസ് ചെയ്യുമ്പോൾ നോർമലായിട്ട് നമുക്ക് തലമുടി കൊഴിയും. അത് ടെമ്പററി ആയിട്ട് മാത്രം നമ്മുടെ തലയിലെ മുടി കൊഴിയും. 100-90% ആൾക്കാർക്ക് കൊഴിയും, 10% ആൾക്കാർക്ക് കൊഴിയൂല, അങ്ങനെയാണ്. അപ്പം ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു ഹെയർ ഫോളാണ്. ഈ മിനോക്സൈഡ് നമ്മൾ താടിയിൽ യൂസ് ചെയ്യുമ്പോൾ തലയിൽ ടെമ്പററി ആയിട്ടുള്ള ഹെയർ ലോസ് മാത്രമാണ് ഉണ്ടാവുന്നത്. എന്നിട്ടും അത് തുടർന്നുണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീനോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ടാവാം, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, താടിയിൽ നമ്മൾ മിനോക്സൈഡ് യൂസ് ചെയ്ത് തൊട്ട് നമുക്ക് തലമുടിയൊക്കെ കൊഴിയുന്നുണ്ടെന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ്, ടെമ്പററി ആയിട്ടുള്ള ഒരു ഹെയർ ഫോളേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച ഒന്ന് നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ ശ്രദ്ധിച്ച് വന്നപ്പം അവർക്ക് ആ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അവർക്കൊക്കെ താടി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മിനോക്സൈഡിൽ യൂസ് ചെയ്താൽ ടെമ്പററി ആയിട്ടുള്ള ഹെയർ ഫോള് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ആ ഹെയർ ഫോള് പെർമനൻ്റ് അല്ല, 1-2 ആഴ്ച മാത്രമേ കാണുള്ളൂ. അപ്പോൾ ബ്രോയുടെ അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യണത്, കുറച്ച് ദിവസം കൂടെ നോക്കണം. ആ ഹെയർ ഫോൾ വീണ്ടും കൂടി വരുന്നെങ്കിൽ ഉറപ്പായിട്ട് പോയി ഡോക്ടറിനെ കാണണം. അത് ഒരിക്കലും ഈ മിനോക്സൈഡിൽ താടിയിൽ യൂസ് ചെയ്ത കൊണ്ടായിരിക്കത്തില്ല ആ ഒരു ഹെയർ ഫോൾ ബ്രോയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചതെന്ന് നോക്കാം. എല്ലാ വീഡിയോയിലും സംശയം ചോദിക്കുന്ന ഒരു ബ്രോ തന്നെയാണ്, എന്തായാലും സന്തോഷം. അജിൽ വി എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. എന്താണ് ചോദിച്ചതെന്ന് ഞാൻ വായിച്ചുതരാം. ബ്രോ, ഞാൻ മിൻടോപ്പ് 5 ആണ് യൂസ് ചെയ്യുന്നത്. 4 മന്തായി താടി വന്നു, ബട്ട് മീശയും താടിയും തമ്മിൽ സ്പേസ് ഉണ്ട്. അത് ഫില്ലാവാൻ എന്ത് ചെയ്യണം? മിൻടോപ്പ് 10 യൂസ് ചെയ്താൽ ഇനി അത് ഫില്ലാകുമ്പോൾ പ്ലീസ് റിപ്ലൈ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇവിടെയൊക്കെ കാണാൻ നിങ്ങൾക്ക്, എൻ്റെ ഇവിടെ 2 സൈഡൊന്നും താടി ഇല്ല, താടിയുടെ ഒരു ഫോളിക്കിൾസും ഇല്ല. അതൊക്കെ പ്യുവറായിട്ടുള്ള ജനറ്റിക്കാണ്. ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഏജ് മാറും, ഏജിൻ്റെ മാറ്റം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഹെയർ ഫോളിക്കിൾസ് പുതുതായിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പ് പറയാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ മിൻടോപ്പ് 5 യൂസ് ചെയ്ത് മിൻടോപ്പ് 10 പോകണമെന്നില്ല. കാരണം നമുക്ക് അവിടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് MX 5 യൂസ് ചെയ്യാം. അല്ല, MX 5 ഉദ്ദേശിച്ച മിനോക്സൈഡിൽ 5 യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നോർമലായിട്ട് താടി വരേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് താടി വന്നില്ലെങ്കിൽ അവിടെ ഫോളിക്കിൾസ് ഇല്ല എന്നായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം. 10 യൂസ് ചെയ്യാൻ ഒരിക്കലും പറയില്ല, കാരണം 10 യൂസ് ചെയ്ത കുറേ ആൾക്കാർ എനിക്ക് അവരെ വിഷമം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരുപാട്
നെഞ്ചുവേദന തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും പ്രശ്നങ്ങളും കാര്യം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ടെണ്ണ് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ബ്രോയ്ക്ക് വേണമെങ്കിൽ ബ്രോ റിസ്ക് എടുത്ത് ചെയ്യാം. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരാൾ നശിക്കണമെന്ന് കണ്ടിട്ട് ഒന്നും ഞാൻ പറഞ്ഞു തരാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണമെങ്കിൽ ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് വായി തോന്നുന്ന വിളിച്ച് പറയും. നമ്മളിത് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഈ മിനോക്സിഡിൽ 10 നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കണം. കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾക്ക് എംഎക്സ് വേവ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് അവിടെ ഫോളിക്കിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നോർമലായിട്ട് താടി വരും. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളടുത്ത് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കണമെന്ന് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കണമെന്ന് നോക്കാം. അത് ഞാൻ പേര് പറഞ്ഞുതരാം. അർജുൻ കൃഷ്ണ എന്ന് പറയുന്ന ബ്രോയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബ്രോയുടെ സംശയം എന്ന് ഞാൻ വായിച്ചുതരാം. ഞാൻ മീശയ്ക്ക് ഒരു വട്ടം യൂസ് ആക്കിയപ്പോൾ ചെസ്റ്റ് പെയിനും ബ്രീത്തിങ് സീനും ഉണ്ടായി. സോ ഞാൻ അന്ന് തന്നെ നിർത്തി. 1 വീക്ക് ശേഷം മുടിക്ക് യൂസ് ആക്കി, ഒരു സീനും ഉണ്ടായില്ല. അതെന്താ അങ്ങനെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഈ മിനോക്സിഡിൽ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മീശയിലും താടിയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് തേക്കണം, മസാജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് ഒരു അവയർനെസ് പോലെ ഞാൻ പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ മിനോക്സിഡിൽ നിങ്ങൾ മീശയെ തേക്കില്ല. ഈ മിനോക്സിഡിൽ അടങ്ങിയ ബിയേഡ് ഓയിലോ ഒരുപാട് ബിയേഡ് ഓയിലുണ്ട്. അതൊന്നും നിങ്ങൾ മീശയിലെടുത്ത് തേക്കില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നെഞ്ചിന് പ്രശ്നം ഉണ്ടാകും. നിങ്ങൾക്ക് തലയ്ക്ക് നല്ലൊരു പ്രശ്നം ഉണ്ടാകും. തലവേദന, നെഞ്ചുവേദന, ഹാർട്ടിൻ്റെ ബീറ്റ് കൂടുന്നത്, ഇതൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ തല കറങ്ങി വീണ ആളുമുണ്ട്. ഈ മിനോക്സിഡിൽ മീശയുടെ താഴെ തേച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ച ആളുണ്ട്. അപ്പോൾ ഞാൻ ബ്രോയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല മീശയുടെ അവിടെ നിങ്ങൾ ഒരിക്കലും മിനോക്സിഡിൽ തേക്കണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ മീശയുടെ അവിടെ ഇങ്ങനെ തേച്ചിട്ട് നമ്മളിങ്ങനെ ശ്വസിക്കുകയാണ്. ശ്വാസം എടുത്തും വിട്ടൊരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ശ്വാസം ഇങ്ങനെ വലിക്കുമ്പം ആ മിനോക്സിഡിൽ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മൂക്കിൽ കൂടെ നമ്മുടെ ലങ്സിനും തലയിലൊക്കെ എത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നെഞ്ചുവേദനയും കാര്യങ്ങളും ഉണ്ടാകും. തല കറങ്ങി വീണ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കണം. ഒരിക്കലും മീശയിലൊന്നും തേക്കില്ല. താടിയിൽ മാത്രം മിനോക്സിഡിൽ യൂസ് ചെയ്യണം. മീശയൊക്കെ പ്യൂറായിട്ട് പാരമ്പര്യവും കാര്യവും അതൊന്ന് ഷേവ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും പറയുന്നുണ്ട് ഷേവ് ചെയ്താൽ മീശയുടെ കാര്യത്തിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രായം വരെ മീശ ഷേവ് ചെയ്ത് തന്നെ വെക്കണം. എന്നിട്ട് ആവണക്കിന് എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കണം. കാരണം വെറുതെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം മീശയുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാനില്ല. ബ്രോയുടെ അടുത്ത് പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് അക്ഷയ് ബാബു എന്ന് പറയുന്ന ബ്രോയാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ബ്രോ, എനിക്ക് അത്യാവശ്യം നല്ല ബിയേഡ് ഉണ്ട്, ബട്ട് മീശ തീരെ വരുന്നില്ല. മിനോക്സൈഡ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വേറെ ആൾട്ടർനേറ്റീവ് വല്ലതും ഉണ്ടോ? മീശ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ എനിക്ക് നോർമലായിട്ട് പറയാനുള്ളത്, എല്ലാ ആണുങ്ങൾക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഈ മീശ നന്നായിട്ട് കറക്റ്റായിട്ട് വരാത്തൊരു പ്രശ്നം. ഈ ഒരു സംഭവം വന്നില്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് വൃത്തികേട് തന്നെയാണ്. എനിക്കും ഇത്ര മീശ പോലും ഇല്ലായിരുന്നു. കുറച്ച് വർഷമൊക്കെ മുന്നേ പഴുതാര മീശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ മീശയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഒരുപാട് നടന്മാരുണ്ട്. ഈ മീശ ഇല്ലാതെ നടക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. അത് ചിലവർ ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുള്ളതായിരിക്കും, ചിലവർക്ക് ഒരിക്കലും മീശ വരാത്ത ആൾക്കാരായിരിക്കും. ഞാൻ എന്തായാലും പേരും കാര്യങ്ങളൊന്നും എടുത്ത് പറയണില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇതിനുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ചെയ്ത് അവർക്കൊക്കെ മീശയും കാര്യങ്ങളും വളർത്താം. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് മീശ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. എന്തായാലും ഒരു പ്രായമാകുമ്പം നോർമലി നമുക്ക് മീശ വരാനുള്ള ഒരാളാണെങ്കിൽ നോർമലായിട്ട് തന്നെ നമുക്കവിടെ മീശ വന്നേക്കും. അപ്പം ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു മാർഗ്ഗം എന്തെന്ന് വെച്ചാൽ അതിന് മീശ വെച്ച് പിടിപ്പിക്കാം. ആ കാര്യമൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാൻ ഇതിനൊരു മാർഗ്ഗമായിട്ട് പറയണ മാത്രമാണ്. മാർഗ്ഗം എന്താണ് എന്നതിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് മാത്രമേ എൻ്റെ അറിവിൽ മാർഗ്ഗമായിട്ടുള്ളൂ. ബാക്കി കുറേ ആൾക്കാർ ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളൊന്നും അതിൽ പോയി വീഴല്ലൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് മീശയും താടിയും വരും. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, വെയിറ്റ് ചെയ്യണം. കുറച്ച് ഏജ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് ട്രിം ചെയ്ത് വെച്ചാൽ തന്നെ ആ വൃത്തിയേട് നമുക്ക് അവിടെ മാറി കിട്ടും. അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കളഞ്ഞാൽ തന്നെ ആ വൃത്തിയേട് മാറി കിട്ടും. ദെൻ കുറച്ച് വർഷം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. മീശ വരേണ്ട ആളാണെങ്കിൽ ഉറപ്പായിട്ട് മീശ വന്നിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിട്ടുള്ളത് നെവിൻ ആൻ്റണി എന്ന് പറയുന്ന ബ്രോയാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഞാൻ ഒരു മാസമായി ഡോക്ടർ റെഡ്ഡി യൂസ് ചെയ്യുന്നു. ഡോക്ടർ റെഡ്ഡി എന്ന് പറഞ്ഞത് മിൻടോപ്പാണ്, മിൻടോപ്പ് 5 ആണ്. ചെറുതായിട്ട് മുളച്ച് വരുന്നു, പക്ഷേ കട്ടി ഇല്ല. എത്ര മാസം വേണ്ടി വരും ഒന്ന് കട്ടിയാവാൻ? എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണ വേറൊന്നും കൊണ്ടല്ല. പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞാണ് വീണ്ടും ഞാൻ ഈ ഒരു സംശയം വരുമ്പോൾ അത് ഈ ഓരോ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് 1 മാസത്തിൽ വരും, ചിലർക്ക് 2 മാസത്തിൽ വരും, ചിലർക്ക് 1 വർഷത്തിൽ വരും, ചിലർക്ക് വരത്തേ ഇല്ല. ഇതാണ് മിനോക്സിഡിൽ നമ്മൾ താടിയിൽ യൂസ് ചെയ്താൽ ഉള്ളൊരു റിസൾട്ട്. അപ്പോൾ താടി വരേണ്ട ആൾക്കാർക്കാണെങ്കിൽ കറക്റ്റായിട്ട് 1 മാസം 2 മാസമൊക്കെ ആകുമ്പം വരും, അല്ലെങ്കിൽ 4 മാസം 5 മാസം 6 മാസം 1 വർഷമൊക്കെ ആകുമ്പം വരും. ഒരിക്കലും വരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞാലും ഒരിക്കലും താടി വരാൻ പോകില്ല. അപ്പം ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ മാത്രം മിനോക്സൈഡിൽ യൂസ് ചെയ്താൽ പോരാ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ടും ആവശ്യത്തിനനുസരിച്ച് ഫുഡും ന്യൂട്രീഷ്യൻസും വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ എത്തണം. അതിൻ്റെയൊക്കെ പ്രോഗ്രസ്
അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് താടിയും മീശയൊക്കെ കട്ടയ്ക്ക് വരുന്നത്. അപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. നമുക്ക് പേഷ്യൻസ് വേണം, നമ്മൾ ഒന്ന് പേഷ്യൻസ് ആയിട്ട് ഇരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് താടിയും കാര്യങ്ങളും വരത്തുള്ളൂ. അപ്പം എന്തായാലും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇതുപോലുള്ള എന്തെങ്കിലും ടോപ്പിക്, അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതിനൊക്കെ കുറിച്ച് ഞാൻ നന്നായിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരിലേക്കും എൻ്റെ ഈ ചാനൽ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.